ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പോൾ മുമ്പ് നമ്മളൊരു മലയ ആപ്പിളിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ എയർ ലെയറിങ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നന്നായിട്ട് ഇതിലിപ്പം വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വേര് തിങ്ങിയിരിക്കുക. അപ്പോൾ ഇതുപോലൊരു കമ്പ് ഇത്രയും വലിയൊരു മരത്തിൻ്റെ ഒരു ചില്ലവല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വലുതായിട്ട് തന്നെ നമുക്കൊരു ഇതിൽ നിന്നൊരു ഇതുണ്ടാക്കിയെടുക്കാം, ഒരു ചെടിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിനിപ്പം ഇത് മലയാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളർ ഒരു ചാമ്പയാണ്. മലയാപ്പിൾ എന്നാണ് അതിന് പറയുന്നത്. ചിലർ മലേഷ്യൻ ചാമ്പ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ആ കമ്പി അവിടെ നിന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്. അതേപോലെ തന്നെ ഞാനൊരു പേരയിൽ ചെയ്തതിൻ്റെയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ആ കമ്പ് ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിന്ന് കാണിക്കുന്നത് ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ. ഇത് ഞാൻ 2-3 ദിവസമായി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്, മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് വേര് പിടിച്ച് വന്നിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലായിട്ട്. ഇതോടെ തന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. പക്ഷേ ആദ്യം നിങ്ങളൊന്ന് കാണിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ തന്നെ നന്നായിട്ട് അതിലേക്ക് പിടിച്ച് കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നോക്കാം നിങ്ങൾക്ക്. ഇതാ ചേരട്ടൊക്കെ ഉണ്ടല്ലോ. വേണ്ട, വേര് നന്നായിട്ട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഫുള്ള് വേരാണ്. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം എല്ലാ ഭാഗത്തുനിന്നും. കണ്ടോ, നന്നായിട്ട് വേര് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആവാൻ വേണ്ടിയായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഇത്രയുള്ളൊരു നല്ല വലിപ്പമുണ്ട്. അത് ഞാൻ മുറിച്ചിട്ട് കാണിക്കാം. ഇത്രയുള്ളൊരു ചെടി തന്നെ നമുക്ക് കിട്ടി. അടുത്ത തവണ ഈ മരത്തിൽ നിന്ന് ചാമ്പ കഴിക്കുമ്പം തന്നെ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. കണ്ടോ, വേര് കണ്ടോ. അപ്പോൾ ആ വേര് നിങ്ങളൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അതാണിപ്പോൾ ഈ ഇതെടുത്തത്. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിൻ്റെ വലിപ്പവും കാണിക്കാം. കൂട്ടത്തിൽ ഞാൻ ആ പേരയുടെ കേസ് പറഞ്ഞതും ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, കണ്ട വേര് കണ്ട, എല്ലാം നിറഞ്ഞിരിക്കുക വേര്. ഓക്കെ, ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഇവിടെ വെച്ചിട്ട് എന്നിട്ട് അതൊരു വേര് ഒരു മരമായിട്ട് മാറും. ഞാൻ കാണിക്കാം. ഇത് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ബാക്കി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. 600 രൂപയ്ക്കൊരു നമ്മുടെ പ്രൂൺ ചെയ്യുന്ന ഇതിൻ്റെ ചെറിയൊരു മോഡലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിട്ടേക്കാം. ഞാൻ ഇതിൻ്റെയും കൂടെ ഒന്ന് കാണിച്ചു തരും ഇതിൻ്റെ ഗുണം. നമ്മൾ വലിയൊരു മാവിൻ്റെ കമ്പ് വരെ ഇതുകൊണ്ട് മുറിച്ചാണ് കൊക്കയിൽ കെട്ടിയിട്ട് ഇവിടെ ഇതിൽ കൊക്ക കണക്ട് ചെയ്ത് നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ കാണിക്കിയത് എങ്ങനെയാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒട്ടും എഫേർട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് മുറിക്കുന്നത്. ജസ്റ്റ് തൊടിയിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എത്ര എഫേർട്ടാണ് കൊടുക്കുന്നതെന്ന്. ജസ്റ്റ് ഒരു ബലവും കൊടുക്കുന്നില്ല. സാധാരണ ഒരു വലിയ ബലമൊന്നും കൊടുക്കാത്ത ആൾക്കാർ ബലം കൊടുക്കരുതെന്നാണ് ഇതിൻ്റെ തിയറി പറയുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതി. അയ്യോ, മുറിഞ്ഞു വീണു. അയ്യോടാ, അത് ചെത്തിപ്പോയി. ഒരാളെ പിടിക്കാനായിരുന്നു. ബാക്കിയും കൂടെ മുറിച്ചിടാൻ വേണ്ടി വേര് കളയാത്ത രീതിയിൽ ഞാൻ കുറച്ച് സ്ലോ ആക്കിപ്പോയി. അതാ പറ്റി. മൊബൈൽ എടുക്കുന്നതുകൊണ്ട് ഓക്കെ, വേര് പോകാണ്ട് നമുക്ക് കിട്ടുന്ന വിചാരിക്കാം. കാരണം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തതാണ് ഇതിൽ. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിത് ഇതേപടി നട്ടി കൊടുക്കാം. വേരധികം പൊട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ ബാക്കിയും കൂടെ കുത്തനെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത്. ഇവിടുത്തെ ഒരു ചെതറി പോയിട്ടുണ്ട് ഈ സൈഡിൽ. നിങ്ങൾ കണ്ടില്ലായിരുന്നു മുറിച്ചപ്പോൾ. പക്ഷേ എൻ്റെ മേളിൽ നിന്നുള്ള വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കതാ. ഇതാണ് മരം. വലിയ കമ്പ്, വലിയൊരു ഇതായി. ഇതിപ്പോൾ എന്ന് പറയുക കായ്ക്കുമ്പോൾ എല്ലാവരും ആര് കണ്ടാലും വിചാരിക്കും നട്ടിട്ട് വലുതായിട്ടൊരു 2 വർഷം വലിപ്പമുള്ള മരമാണ്. ഇത്രയും വലിപ്പമുണ്ട് ശരിക്കും. നോക്കിയേ, ഇപ്പോൾ നമ്മളവിടെ നട്ട് വെച്ച പോലെ തന്നെ ഉണ്ടല്ലേ. ഏകദേശം 2 വർഷത്തെ അല്ലെങ്കിൽ ഒരു 1.5 വർഷം മിനിമം വലിപ്പമുള്ളൊരു മരത്തിൻ്റെ അത്രയുണ്ട്. ഇതിപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞാലും ആരും പറയില്ല ഇതുപോലെ എയർ ലെയർ ചെയ്തെടുത്ത കമ്പാണെന്ന്. അപ്പോൾ ഇത്രയും ഇതായിട്ടുണ്ട്. വലിയൊരു മരമാണ്. അതിൽ ഉറുമ്പുകളൊക്കെ അതിൽ ഉള്ള സാധനം തന്നെ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറിയ രീതിയിൽ സൈഡൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് സൈഡ് കമ്പിളൊന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് നട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്.
ഓക്കെ, ഇതൊക്കെ നഴ്സറിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 1000 രൂപയുടെയൊക്കെ റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റും ഈ മരത്തിനെ. കാരണം കായ്ക്കും എന്ന് വെച്ചാൽ ഇനി ഈ വലിയ മരം ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 10 വർഷം പഴക്കമുള്ള മരമാണ്. ഇതിൽ കായ്ക്കുന്ന സമയത്ത് തന്നെ ഇതും കായ്ക്കും. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം. അല്ല, ഇവിടെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്തൊരു കൊമ്പിലേക്കും ചെറിയൊരു കൊമ്പിലേക്കും ചെയ്യണമെന്നുണ്ട്. ഇവിടെയും കൂടെ ഞാനൊരു എയർ ലെയർ ചെയ്തിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ഇരിക്കുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാമെന്നുണ്ട്. ഇവിടെയും കൂടെ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പറയുക, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ് ആയത് അയച്ചു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആ പേരയുടെ കൂടെ കാണിക്കാം ബാക്കി വീഡിയോ. ഇത് ഞാൻ പറഞ്ഞ പേരയാണ്. വേണ്ട, പേരയുടെ ഒരു കമ്പ് സൈഡിൽ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. നന്നായിട്ട് കായ്ക്കുന്ന ടൈപ്പ് ഒരു പേര, കുറച്ച് വലുപ്പത്തിൽ നന്നായിട്ട് ചെറിയ ചെറിയ പേരയ്ക്ക് ഉണ്ടാകുന്ന ടൈപ്പ് ഒരു പേരയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ റിലേറ്റീവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നട്ട് കൊടുത്ത് വേറൊരു പേരയാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഇതില്ലേ നമ്മുടെ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ സൈഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എയർ ലെയർ ചെയ്താണ്, ചകിരിച്ചോറൊക്കെ നിറച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് വേരുണ്ട് ഇതിനകത്ത്. ഇതേപോലെ നമുക്ക് ചാമ്പയിലിട്ട പോലെ വേര് കിട്ടും. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നടും. അത് നടുമ്പം ഞാനത് നടുന്നൊരു പ്ലാന്റിങ് വീഡിയോ എടുക്കാം രണ്ടിൻ്റെയും. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിടാം വീഡിയോയിൽ. ഓക്കെ, ഇനിയിപ്പം വേറൊരു നമ്മൾ പെട്രിയൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു കൊന്നയിലും ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പെട്രിയക്ക് ഇതുപോലെ എയർ ലെയർ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതുപോലെ കയറിട്ട് കെട്ടി ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ അത് ഇത്രയും വേരിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് പെട്രിയുടെ പ്ലാന്റ്, നന്നായിട്ട് പൂക്കുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പെട്രിയുടെ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കാണാൻ പറ്റും നല്ലതായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് ഇതിന്. ഇപ്പം ഇതുപോലൊരു പെട്രിയ പ്ലാന്റ്, ഇത് എനിക്ക് തോന്നുന്നു 100 രൂപയുണ്ട് ഒരു പെട്രിയ പ്ലാന്റിന്. അപ്പോൾ ഇതുപോലെ ഇത്രയും സൈസുള്ളൊരു പെട്രിയ പ്ലാന്റിന് 100 രൂപ ആണ് നഴ്സറിയിലൊക്കെ റേറ്റ്. ഓൺലൈനിലൊക്കെ കാണാം. നഴ്സറിയിൽ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും, പക്ഷേ ഓൺലൈൻ സെയിൽസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വേര് കിട്ടി. അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് സൈഡിൽ എയർ ലെയർ ചെയ്തിട്ട് ഉണ്ടാക്കാം. എൻ്റെ എയർ ലെയറിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നേരത്തെ ചെയ്തതിൻ്റെ വീഡിയോ ഒന്ന് നോക്കുക. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതുണ്ടോ, ഇതും ഞാൻ നടുന്ന ഒരു സെപ്പറേറ്റ് നമ്മളെ പേരയുടെ തൈയും ഇതും ഞാൻ പോട്ട് ചെയ്യുന്നത്, അന്നേരം കട്ട് ചെയ്ത് എടുത്ത് പോട്ട് ചെയ്യുന്നിടാം. ഇത് ഇപ്പോൾ കട്ട് ചെയ്തതിൽ ഇതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെയും കൂടെ വീഡിയോ ചേർത്തിടാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഓക്കെ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.